ഇമ്മാട്ടി എവിടേക്ക് ഈ പോണത്? ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോ. ഉമ്മ ടേബിൾ നിർത്തിച്ചു. ആഹാ, ഇന്റെ കുട്ടിന്റെ ഭാര്യ വരുവോളെ. ഇന്റെ കുട്ടി ഇങ്ങനെ പട്ടിണി കിടക്കാനാണ് ഉമ്മാട്ടിന്റെ വിചാരം. കുറച്ച് മനസ്സമാധാനം തരുമോ? ആ, മിറ്റത് കൊട്ടയിലുണ്ട് മനസ്സമാധാനം, പോയി എടുത്തോ. അല്ല പിന്നെ മനസ്സമാധാനമാണ് പോലും. ഞാനാണല്ലോ അവന്റെ മനസ്സമാധാനം കെടുത്തിരിക്കണത്. പറച്ചിൽ കൊണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ തിന്നോ, പൈപ്പ് ഉണ്ടെങ്കിൽ. പിന്നെ എന്താ പോന്റെ ദേഷ്യം വാശി ഏറിയെന്നറിയാം. ഓന്റെ കാട്ടിക്കൂട്ടില് കണ്ടാ വിചാരിക്കും ഓൻ ആ പെണ്ണിനെ ഇവിടെ സ്നേഹം കൊണ്ട് പൊതിയായി നിന്നുള്ളത്. ഇത്രയും കാലം ആ ഇമ്മാന്റെ കൂടെ നിന്നുകൊണ്ട് ഓനെ പെണ്ണിനെ കൊല്ലാകൊല ചെയ്തിട്ട് അതിന്റെ വയറ്റിലുള്ള കുട്ടിനെ അങ്ങോട്ട് ഇല്ലാതാക്കിയപ്പോ ഓനിപ്പോ ഓള് വിളിയില്ല തെളിയില്ല ഇതില്ലാന്ന് കണ്ടപ്പോ ഓന്റെ ഒരു ദേഷ്യം വാശി അവിടെ കാണുമ്പോ ഇങ്ങനെ അരിച്ചു കേറുന്നുണ്ട്. ആങ്ങളുടെ മകനായിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്റേതൊക്കെ അന്ന് ആയോക്കണ്ടിന്ന് നല്ല വടി എടുത്തുകൊണ്ട് വീട്ടി മരക്കാക്കി ഇപ്പോട്ട് പേറാനും അറിയാഞ്ഞിട്ടല്ലേ പോത്ത് പോലെ വലുതായിക്കണെന്നുള്ളത് ചിന്ത ഉണ്ട് മറക്കും ഞാൻ. വാശിയും ദേഷ്യം. അല്ലേ ഈ കുട്ടി തിന്നാതെയും കുടിച്ചാതെയും മറ്റുള്ളവരോട് ദേഷ്യം കാട്ടിട്ട് നടന്നിട്ട് എന്ത് ഭാവിച്ചിട്ടാണാവാം. സ്വന്തം തടി കേടരിയാന്നല്ലാതെ ഇതില് വേറൊന്നും സംഭവിക്കാൻ പോകില്ല. പിന്നെ ആഹാ, മക ഇപ്പൊ കഞ്ഞിയും ചോറൊന്നും കുടിക്കണിയാന്നായപ്പോ അതിനെ അനക്കും വേജാറായാ. ഇജ്ജെന്തിനാ വേജാറാവണത്? അന്റെ മകൻ ഈ കോലത്തിലാക്കിയതേ ഇജ്ജ് ഒറ്റ എത്തിയാണ്. ഓരോന്ന് പറഞ്ഞുകൊടുത്തിട്ടേ ഇപ്പൊ മകനും പെണ്ണുങ്ങളും രണ്ട് വൈക്കായപ്പോൾ ഇജ്ജ് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇജ്ജ് മകൻ തിന്നാതായതിന് ഇങ്ങനെ വേജാറായാലാ? അമ്മായിയെ, നിങ്ങൾ കൊറേ ദിവസം എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണേ. ഞാൻ എന്ത് ചെയ്തിട്ടാണ്? നീ നല്ലൊരു പുണ്യപ്രവൃത്തിയല്ലേ ഇജ്ജ് എന്റെ മകനക്ക് വേണ്ടി ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഓൻ തിന്നാത്തേനും കുടിച്ചാത്തേനും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? ഇജ്ജ് സന്തോഷിക്കാൻ അങ്ങോട്ട് മാളുവോ? നിങ്ങളിപ്പൊ ഞാന് എന്ത് കുറ്റപ്പെടുത്തിയിട്ടും കാര്യ. ഓളെ പള്ളയത്തെ കുട്ടിയെ ഞാൻ കാരനാണ് പൊയ്ക്കണെന്ന് പറഞ്ഞിട്ടും കാര്യ. ഇക്കിഞ്ഞിപ്പേ നിങ്ങൾ ആര് എന്ത് പറഞ്ഞാലും ഇന്നെ കുറ്റപ്പെടുത്തിയാലും ഇക്ക് ഒരു വിഷയവും ഇല്ല. ഇന്റെ കുട്ടിന്റെ നല്ല കാര്യത്തിനും വേണ്ടിയിട്ടും നല്ല ജീവിതത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 5-6 പാവം പണ്ട് എസ്റ്ററെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് കൊടുന്ന് അന്നേ പറ്റുള്ളൂ. ഇനി ഓള് വരുമ്പോഴേ ആ പണ്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കേറിയാ മതി. ഇല്ലെങ്കിലേ ഇന്റെ മകനക്ക് ഞാൻ വേറെ പെണ്ണാണ്ട് നോക്കും എല്ലാന്നും.